സന്ധ്യ. അപ്പോൾ ഇനി ആണെങ്കില് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് വെച്ചാൽ എക്സാം പ്രിപ്പറേഷൻ വ്ലോഗാണ് ഗായ്സ്. അപ്പം ഏതായാലും നമുക്ക് പഠിച്ചു തുടങ്ങണം. ഞാൻ നന്നാവുകയാണ്, ഇനിയെങ്കിലും പഠിക്കണം. കഴിഞ്ഞ എക്സാമിനൊന്നും പഠിച്ചിട്ടേ ഇല്ല, ഒക്കെ തലേന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ എഴുതി കഴിഞ്ഞ എക്സാമിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് 3 B അങ്ങനെ B+ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പ്രാവശ്യം അത് ഉണ്ടാവരുത്. നമുക്ക് മിനിമം ഒരു A ഗ്രേഡ് വേണം എല്ലാ വിഷയത്തിലും. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എല്ലാ വിഷയത്തിലും A ഗ്രേഡ് ഉണ്ടായാൽ മതി. അപ്പം ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. എന്നെപ്പോലെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കാം, ചിലവരൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പഠിക്കുക. അപ്പം ഏതായാലും ഞാൻ പഠിച്ച് തുടങ്ങുകയാണ്. അപ്പം ഇപ്പോഴും പഠിക്കാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം തുടങ്ങിക്കോളി. അപ്പം ഇന്ന് ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കാമെന്ന് വിചാരിച്ചത്. ഹിസ്റ്ററിയിലെ ഒരു 3 ചാപ്റ്ററെങ്കിലും മിനിമം ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 3 ചാപ്റ്റർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക ചോദിച്ചാൽ എനിക്കറിയില്ല. ആകെ ഇനി ഒരു രാത്രി എൻ്റെ കയ്യിലുള്ളൂ. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, ഇങ്ങനെ രാത്രി ഉറക്കൊക്കെ വെച്ച് പഠിക്കണതിനോട് വലിയ താല്പര്യമില്ല. നമുക്ക് കഴിയണ പോലെ ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പം ഞാൻ ഏതായാലും പഠിക്കാൻ വിചാരിച്ചു. ഇപ്പം സമയം 6:30 ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സമയമുണ്ട്. ഒരു 3-4 മണിക്കൂർ വെച്ചാൽ നമുക്കൊരു 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒരു ചലഞ്ച് വെച്ചതാണ് ഞാൻ. നാളെ എൻ്റെ നമ്മളെല്ലാവരും കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടി നാളെ ഹിസ്റ്ററി പഠിക്കാമെന്ന് പ്ലാൻ ഇട്ടതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും പഠിച്ചു തുടങ്ങാം. പിന്നെയെങ്കിലും മോട്ടിവേറ്റ് ആയിരിക്കുക. എൻ്റെ മെയിൻ ഡിസ്ട്രാക്ഷൻ ഫോണാണ്. അപ്പോൾ ഈ ഫോൺ കളി ഇനിയെങ്കിലും മാറ്റി വെക്കണം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഈ ഫോൺ കളി മാറ്റാൻ. മെയിൻ ഇൻസ്റ്റാഗ്രാം തുറക്കുക, റീൽസ് എടുത്ത് ഇങ്ങനെ പോയാൽ പിന്നെ സമയം പോകണറിയുക. ഞാൻ ഇന്ന് കുറച്ച് ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പം നമുക്ക് ഏതായാലും ഇനി പഠിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പ്ലാനറും ഡയറിയൊക്കെ എഴുതുകയാണ്. മേലെ ചെന്ന് എൻ്റെ ഡയറിയൊക്കെ തുറന്നു. അതിലൊന്നുമില്ല ഇനി. ഇപ്പം ഞാൻ ഫുള്ള് മടിയത്തിയായി മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ ഏതായാലും ഡയറക്റ്റ് ചെയ്താണ്. ഞാൻ ചില ദിവസം എഴുതും, പിന്നെ കഴിഞ്ഞ് 2 ദിവസം എഴുതില്ല. അങ്ങനത്തെ ഒരു കഥയാണ്. ഇതിൻ്റെ മുമ്പൊക്കെ മൊത്തമായിട്ട് എഴുതിയിരുന്നു. ഏതായാലും ഞാൻ എഴുതുകയാണ്. ആദ്യം ഞാൻ ഇന്ന് എത്ര സമയം വരെ പഠിക്കണം എന്നുള്ളതൊക്കെ എഴുതി. ഇന്നലക്കത്ത് ഞാൻ ഏതെങ്കിലും ഡയറി എഴുതാത്തതുകൊണ്ട് ആ സ്പേസ് അവിടെ ഉണ്ടാവും, അവിടെ ഞാൻ അത് എഴുതി. എന്നിട്ട് ഞാൻ നാളത്തേക്കുള്ള പ്ലാനർ ഒക്കെ കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞ് ഞാനൊരു ടു ഡു ലിസ്റ്റ് ചെയ്താൽ വിചാരിച്ചു. ഇന്നത്തെ സ്റ്റഡീന് എത്ര നേരം ഏതൊക്കെ നേരം പഠിക്കാം, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുകയാണ്. എന്നിട്ട് ഞാനത് എഴുതി കണ്ട് ചുമരിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ താഴെ പോയിട്ട് എൻ്റെ അമ്മമാരയിൽ നിന്ന് വാച്ച് എടുക്കുകയാണ്, ടൈം നോക്കാൻ. എൻ്റെ സ്റ്റഡി ഏരിയയിൽ ക്ലോക്കൊന്നും ഇല്ല. അപ്പോൾ ഒരു വാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ടി വരും. ഞാനങ്ങനെ വാച്ച് കിട്ടുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി വേണം കുടിക്കാൻ. പിന്നെ ചെറിയ സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. ഞാൻ പിന്നെ അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല. ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളവും ഒക്കെ ആയിട്ട് ഞാൻ മേലേക്ക് വരികയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ്. ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചിങ്ങനെ എല്ലാവരും ചില്ലറ സാധനം പെയിൻറ്റിങ്ങും അങ്ങനെ പെൻസിൽ കളർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ജിയോഗ്രഫി ഹിസ്റ്ററിയാണ്. അപ്പം ഞാനിത് പഠിക്കുകയാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ അവിടെ തുടക്കത്തിലൊക്കെ ഹൈലൈറ്റ് ചെയ്തെന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ ഫോൺ വാങ്ങിക്കൊണ്ടുപോയിനി. അപ്പം അന്നേരം ഞാൻ വായിച്ച് ഹൈലൈറ്റ് ചെയ്ത് വെച്ചതാണ്. എൻ്റെ ബുക്കുകൾ കണ്ടറിയാം, അതിൻ്റെ വൃത്തി കണ്ടറിയാം. ഞാൻ ബുക്കൊന്നും തുറക്കില്ല. അതുകൊണ്ടല്ല, ഞാനിങ്ങനെ സബ്ജില്ല അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഞാൻ അധിക ക്ലാസ്സുകളിലും കയറിയില്ല. അപ്പം ഇതെന്താന്ന് കൂടി എനിക്ക് അറിയൂല. ഒരു പാഠം പഠിക്കാൻ വിചാരിച്ച ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോൾ പഠിച്ചു തീർന്നത് ഒരു അര അതേപോലെ ഒരു പാഠത്തിന് അര അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം ഞാൻ ഇപ്പോൾ പഠിച്ചു തീർന്നിട്ടുള്ളൂ. എനിക്കറിയാം ഈ സമയത്തിനുള്ളിൽ അത്രേ പഠിക്കാൻ കഴിയുള്ളൂ. ഈ സമയം മീൻസ് ഞാനിപ്പോൾ 6:40 to 7:40 വരെയാണ്. ഇപ്പം കൃത്യം 45 ആയിട്ടുണ്ട്. അത് വരെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഇപ്പോൾ ആകെ ഒരു ചാപ്റ്ററിന് ഇത്തിരിയേ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ കഴിവുള്ളൂ. കാണിച്ചാൽ എനിക്ക് ഈ ഒരു ബുക്കൊക്കെ പുതിയതുപോലെയാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ കാണാത്തതെല്ലാം ഇതിലുള്ളത്. നിങ്ങളെൻ്റെ പാഠത്തിൻ്റെ പേജ് ഇങ്ങനെ മടക്കുന്നതിനനുസരിച്ച് ആ ഒരു വൃത്തി നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിതൊക്കെ പുതിയ ആൾക്കാരാണ് പാഠത്തിലുള്ളതൊക്കെ. അപ്പം അത്രയ്ക്ക് കഴിയും. അപ്പം ഞാനിനി ശ്രമിക്കുകയാണ്. ഇന്നെപ്പോലെ വായ്പ നടക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഒപ്പം കൂടിക്കോളി. അപ്പം ഇന്ന് ഞാൻ പഠിക്കുന്നത് എന്താ, ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ
ഹിസ്റ്ററിയാണ്. അപ്പം ഇനി നാളെ ഞാൻ ജോഗ്രഫി പഠിക്കും. പഠിക്കാൻ മീൻസ് ബൈ ഹാർട്ടായിട്ട് ഇങ്ങനെ പകർത്തല്ല, ജസ്റ്റ് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ പറയില്ല, എനിക്കിത് മൊത്തം പുതിയ ആൾക്കാരാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് പരീക്ഷയുടെ തലേന്ന് പഠിക്കാൻ മീൻസ് അതൊക്കെ ഒന്നും കയറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈലോ അല്ലെങ്കിൽ എക്സാമിനറോ എജുപോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, എജുപോട്ടോ അങ്ങനത്തെ ഒരു ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിലെ മാരത്തോൺ കണ്ടിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയേക്കുക. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പരീക്ഷയുടെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംതിങ്, ഈ സൈലത്തിലൊക്കെ മാരത്തോൺ ഇപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നു. അപ്പം നമുക്ക് അത് മാത്രം പഠിച്ചിട്ട് ഇങ്ങനെ പോയാൽ മതി. അപ്പം അങ്ങനെയാണ് ഒരു ചെറിയ ഗതികേട്. അപ്പോൾ നമുക്ക് ഏതായാലും പഠിക്കാം. അപ്പം ഇനിയും പഠിക്കാം. ബ്രേക്ക് ടൈം ഒക്കെ തീരാനായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചൊക്കെ ഒന്ന് പഠിക്കുകയാണ്. എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇനി ഏതായാലും കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പം ഈ പാഠങ്ങളൊന്നും എന്താണെന്ന് കൂടി എനിക്കറിയില്ല. എനിക്കിങ്ങനെ സബ്ജക്റ്റിലൊക്കെ അങ്ങനെ കുറേ പ്രിപ്പറേഷനൊക്കെ ആയ കുറേ ക്ലാസ് മിസ്സായിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ എല്ലാ പാടും എക്സാമിനർ സൈലം ക്ലാസ് കണ്ടിട്ട് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് എല്ലാ ബുക്കും അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എല്ലാ പാടും അങ്ങനെ പഠിച്ചിട്ട് നമ്മളെ എക്സാമിൻ്റെ തലേന്ന് സൈലത്തിലെ മാരത്തോൺ കണ്ടിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതുണ്ടാവില്ല, കാണാപ്പാഠം പഠിക്കാനുള്ളത്, അതപ്പോൾ കാണാപ്പാഠം പഠിക്കുക. എന്നിട്ട് പരീക്ഷ ചെയ്താൽ നമുക്ക് ഒരു ഫുൾ A+ അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം മാർക്ക് ഉണ്ടാവും. നമ്മൾ അവസാന ഘട്ടത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നതാവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുഴുവൻ വായിക്കുകയാണ്. പക്ഷെ ഞാൻ ചലഞ്ച് വെച്ച പോലെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് അതിന് പോവേണ്ടി വന്നു. എനിക്കറിയാം ഞാൻ ചലഞ്ച് വെച്ച പോലെ ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ആകെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു പാഠം ഒരിക്കലും സോഷ്യൽ സയൻസ് പറഞ്ഞ വിഷയത്തിൽ അത് തീരൂല. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. ഞാൻ പിന്നെ അങ്ങനെ വെച്ചെന്താ വെച്ചാൽ അങ്ങനെ നമ്മളൊരു വാശി വെക്കുമ്പോൾ അതിൻ്റെ കുറച്ചെങ്കിലും നമ്മൾ പഠിക്കും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചാൽ കുറച്ച് നടക്കും. അപ്പം അങ്ങനെ ഞാൻ ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.